Hello dear students, welcome back. National Entrance Screening Test അഥവാ നെസ്റ്റ് 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പ്യുവർ സയൻസ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ് നൈസർ ഭുവനേശ്വർ. നൈസർ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഒറീസയിലെ ഭുവനേശ്വറിലാണ് സ്ഥാപനമുള്ളത്. അതുപോലെ തന്നെ നെസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി അഡ്മിഷൻ എടുക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് CEBS മുംബൈയിൽ. ഈ രണ്ട് സ്ഥാപനങ്ങളും ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ആ രണ്ട് സ്ഥാപനങ്ങളിലും പ്യുവർ സയൻസിലെ BSMS ഡിഗ്രിയിലേക്കുള്ള അഡ്മിഷന്റെ ടെസ്റ്റാണ് നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് അഥവാ നെസ്റ്റ് 2024. ഈ രണ്ട് സ്ഥാപനങ്ങളായിട്ട് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ആണുള്ളത്. അത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. നൈസറിലെ ഡിഗ്രി ഓഫർ ചെയ്യുന്നത് ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അതുപോലെ തന്നെ CEBS നേരത്തെ പറഞ്ഞ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസിലെ ഡിഗ്രീസ് ഓഫർ ചെയ്യുന്നത് മുംബൈ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ആണ് അതിൻ്റെ ഡിഗ്രി ഓഫർ ചെയ്യുന്നത്. ഇതിനുള്ള നെസ്റ്റ് 2024 എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൻ്റെ ഡ്യൂറേഷൻ 3 മണിക്കൂർ 30 മിനിറ്റ് ആണ്. 2 സെഷൻസ് ആയിട്ട് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് 2 ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടക്കുന്നത്. രാവിലെ 9 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 6 മണി വരെയാണ് എക്സാം ടൈം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന്. 3 മണിക്കൂർ 30 മിനിറ്റിൽ 80 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 4 സെക്ഷൻസ് ഉണ്ടാവും. ഓരോ സെക്ഷനിലും 20 ക്വസ്റ്റ്യൻസ് വീതം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. ഓരോ ക്വസ്റ്റ്യനിലും കറക്റ്റ് ആൻസറിന് +3 മാർക്കും ഇൻകറക്റ്റ് ആൻസറിന് -1 മാർക്കുമാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 4 സബ്ജക്റ്റുകളിൽ ഏതാണോ നിങ്ങളുടെ ഏറ്റവും സ്കോർ ചെയ്യുന്ന ബെസ്റ്റ് 3 ആണ് പരിഗണിക്കുക. എന്ന് വെച്ചാൽ 80 ക്വസ്റ്റ്യൻസിൻ്റെ അതിൽ 60 ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിൽ ഉഷാറായിട്ട് എഴുതിയെങ്കിൽ ആ 3 എണ്ണത്തിൻ്റെ സ്കോറാണ് പരിഗണിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വീതം 180ലാണ് ടോട്ടൽ സ്കോർ വരിക. അതിൻ്റെ സിലബസ് പ്രൈമറിലി NCERT +1 +2 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. 11th 12th കംപ്ലീറ്റ് NCERT ആണ് പറയുന്നത്. ഇനി അപ്ലിക്കേഷൻ ഫിൽ ഔട്ട് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31 മെയ്. എക്സാമിനേഷൻ ഡേറ്റ് 30th ജൂൺ. ജൂൺ 30 എക്സാമിനേഷൻ. കേരളത്തിൽ വയനാട് ഒഴിച്ചുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും സെന്ററുകളുണ്ട്. അതിൽ 3 ചോയ്സുകളാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സിറ്റി 1, 2, 3 3 ചോയ്സ് ഓഫ് സിറ്റീസ് കൊടുക്കാം. അപ്ലൈ ചെയ്യേണ്ടത് www.nestexam.in എന്ന വെബ്സൈറ്റിലാണ്. 1400 രൂപയാണ് മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ OBCയിലുള്ള ഫീസ്. SC ST കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒക്കെ ഫീസ് വെറും 700 rupees ഓൺലി. ഇനി പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നമ്മൾ ഐസറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐസർ പോലെ തന്നെയുള്ള എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് നൈസർ. ഫണ്ടിങ്ങിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. ഈ കൂടാതെ ഇവിടെയുള്ള നൈസർ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, അതുപോലെ തന്നെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്ക് നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവും. അതുപോലെ HBCSE ഹോമി ജെ ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ, അതുപോലെ IIT ബോംബെ, യൂണിവേഴ്സിറ്റി മുംബൈ എന്നൊക്കെ പറയുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫാക്കൽറ്റികളും അവിടെ നിന്നുള്ള സയൻസ് ലാബ് ഫെസിലിറ്റികളും ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. അപ്പോൾ അറ്റോമിക് റിസർച്ചുമായി ബന്ധപ്പെടുത്തി അവിടെ മാത്രമല്ല, ഈ പറയുന്ന ബയോളജിയിലും കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ അവിടെ ഡിഗ്രി കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണ് എന്ന് മാത്രം. അപ്പോൾ പ്യുവർ സയൻസ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിന് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് പേര് ഫാക്കൽറ്റീസ് ആയിട്ടും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് PhD ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശത്തൊക്കെ പഠിക്കുന്നവരോട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പ്യുവർ സയൻസ് താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അവൈലബിൾ ആകാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആകുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.